ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് മീരാഷിക്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസമാണ്. കുറച്ച് പേരെങ്കിലും ഈ ഒരു വീഡിയോയ്ക്കായിട്ട് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. ഇത് നമ്മുടെ 500 സബ്സ്ക്രൈബർ ആവുന്നതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ ആയിട്ടാണ് ഈ ഒരു ഗിവ് അവേ നടത്തിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2014 ആ സമയത്താണ് ഒരു യൂട്യൂബ് തുടങ്ങുന്നത്. ആ സമയത്ത് കുറച്ച് പാട്ടുകൾ കവർ സോങ്സ് ഒക്കെയാണ് ഇട്ടിരുന്നത്. ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയത് ഒരു 2021 ആ സമയത്താണ്. പിന്നെ ഇപ്പം റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴാണ്. യൂട്യൂബ് എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ സീരിയസ് ആയിട്ട് എടുത്ത സമയത്ത് തന്നെ വിചാരിച്ചൊരു കാര്യമാണ്. 500 സബ്സ്ക്രൈബർ ആയാലും നമുക്കതിന് ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ എന്തായാലും വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ, അതായത് 500 സബ്സ്ക്രൈബർ ആകുമ്പോൾ എനിക്കൊരു ചെറിയ ഗിവ് അവേ നടത്തണം എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി റിലേറ്റീവ്സ് ആണെങ്കിലും കുറച്ച് പേര് പറഞ്ഞു, എന്തിനാ ഇപ്പം അങ്ങനെ നടത്തുന്നത്, കുറേ സബ്സ്ക്രൈബർ ആയാലല്ലേ ആൾക്കാർ കാണാനുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കും തോന്നി അയ്യോ വേണോ, പങ്കെടുക്കും ആരെങ്കിലും, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. കഴിഞ്ഞ നവംബർ ഒരു പകുതിയോട് കൂടി തന്നെയായിട്ട് എനിക്കൊരു 400 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ സബ്സ്ക്രൈബർ. പക്ഷെ ഞാൻ അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയിലൂടെ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു 500 സബ്സ്ക്രൈബർ ആകുമ്പോൾ നമ്മളൊരു ചെറിയ ഗിവ് അവേ നടത്തുന്നുണ്ട്. ആ ഒരു വീഡിയോ ഇട്ട് പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് 500 എബോവ് സബ്സ്ക്രൈബർ ആയി. അപ്പോൾ തന്നെ ഞാൻ ലേറ്റ് ആക്കിയില്ല, വേഗം ഒരു ലോങ് വീഡിയോ ഗിവ് അവേനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു. നമ്മൾ ഈ ഒരു ഗിവ് അവേ നടത്തിയത് 2 രീതിക്കാണ്. ഒന്നൊരു കോൺടെസ്റ്റ് വഴിയും പിന്നെ കമൻറ്റ് ബോക്സ് വഴിയാണ്. 30 ഡേയ്സ് ഓഫ് ക്രിസ്മസ് ക്രാഫ്റ്റ് ചലഞ്ച് എന്നുള്ള ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് അത് അതേ സെയിം പോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏകദേശം ആ ഒരു ഐഡിയ വെച്ച് ചെയ്തിട്ട് അതിന് നമ്മൾ സെലക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതിലൊരു എനിക്ക് കൂടുതലും വന്നത് കുറേ കുഞ്ഞി കുട്ടികളാണ് കേട്ടോ കൂടുതലും ഗിവ് അവേയിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലർക്ക് അറിയാണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് കൊണ്ടാവാം അവർ ചിലവർ അയച്ചേക്കണത് അവർക്ക് ഇഷ്ടമുള്ള ഒരു ക്രിസ്മസ് ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു, നമ്മൾ ഗിവ് അവേയിൽ ഇങ്ങനെയാണ് റൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതൊന്ന് മാറ്റി ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ വേഗം തന്നെ മാറ്റിയിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. ഡിസംബർ 15 വരെയാണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ 15 രാത്രി ഒരു വൈകുന്നേരം ഒരു 11 മണി 11:30 വരെ ലാസ്റ്റ് എൻട്രി ആയിട്ട് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോൺടെസ്റ്റിന് നമ്മൾ 3 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കി 2 പേരെ സെലക്ട് ചെയ്യുന്നത് കമൻറ്റ് ബോക്സ് വഴിയാണ്. കാരണം ചില കുട്ടികൾക്ക് ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും കമൻറ്റ് ബോക്സ് വഴി 2 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കോൺടെസ്റ്റിലേക്കും ആദ്യം ഒരു 3-4 ദിവസമൊന്നും ആരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ചില കുട്ടികൾ മെസ്സേജ് അയച്ചേക്കാണ്, ചേച്ചി ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, യൂട്യൂബിൽ അത് പറ്റില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഒരു വാട്സപ്പ് ലിങ്ക് ഒക്കെ കൊടുത്തത്. പിന്നെ വാട്സപ്പിൽ കുറേ പേര് മെസ്സേജ് അയച്ചു. ചിലരുടെ പാരൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് മെസ്സേജ് അയക്കൽ. നല്ല എഫേർട്ട് എടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള 3 പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതിൽ യാതൊരു പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ഫേവർ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗിവ് അവേൻ്റെ ഫസ്റ്റ് വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാനത് നമ്മൾ കോൺടെസ്റ്റ് വഴിയാണ്. അപ്പോൾ നമുക്കത് ആരാണെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് വിന്നർ ചെയ്തിട്ടുള്ള ക്രിസ്മസ് ക്രാഫ്റ്റ്. പാർട്ടിസിപ്പൻ്റെ പേരാണ് അവന്തിക. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. ഇതാണ് സെക്കൻഡ് വിന്നർ ചെയ്തിട്ടുള്ള ക്രിസ്മസ് ക്രാഫ്റ്റ്. പാർട്ടിസിപ്പൻ്റെ പേര് വന്നിട്ട് ഐഷ എന്നാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. ഇതാണ് തേർഡ് വിന്നർ ചെയ്തിട്ടുള്ള ക്രിസ്മസ് ക്രാഫ്റ്റ്. അപ്പോൾ പാർട്ടിസിപ്പൻ്റെ പേരും വന്നിട്ട് ഷിനു എന്നാണ്. അപ്പോൾ ഷിനുവിനും കൺഗ്രാജുലേഷൻസ്. ഇതിലൂടെ വിന്നേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ഫസ്റ്റ്ലി. നെക്സ്റ്റ് നമുക്ക് കമൻറ്റ് ബോക്സ് വഴി സെലക്ട് ചെയ്യാം. അത് നമ്മൾ റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സ് വഴി വിന്നറിനെ സെലക്ട് ചെയ്യാണ്. റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ശരിക്കും കണ്ണടച്ചിട്ടാണ് സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏത് അക്കൗണ്ടാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പാർട്ടിസിപ്പൻസിൻ്റെ അതേ ത്രില്ല് അനുഭവിച്ചത് ഈ ഒരു ഗിവ് അവേൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന സമയമാണ്. ഒത്തിരി എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കേട്ടോ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ വിന്നറിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പേര് വന്നിട്ട് അമൽഹാനാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ വഴി സെൻഡ് ചെയ്ത് തരാം. അടുത്തത് നമ്മൾ സെക്കൻഡ് വിന്നറിനെ സെലക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കമൻറ്റാണ്. ഗിഫ്റ്റ് എന്തായാലും അവൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കി. പിന്നെ നമുക്ക് സെക്കൻഡ് വിന്നറിനായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ബാലസുബ്രഹ്മണ്യം എന്നുള്ള അക്കൗണ്ടാണ്. കമൻറ്റ് ബോക്സ് വഴിയുള്ള ബാക്കി 2 പ്രൈസ് വിന്നേഴ്സിനെ പറയാം. അതൊന്ന് ബാലസുബ്രഹ്മണ്യൻ 42137, പിന്നെ വന്നിട്ടുള്ളത് അമൽഹാൻ 4617 ആണ് കേട്ടോ. സ്പെഷ്യൽ വിന്നറിനെ സെലക്ട് ചെയ്യണേ പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ ഒരു 30 ഡേയ്സ് ക്രിസ്മസ് ക്രാഫ്റ്റ് എന്നുള്ള ആ ഒരു സീരീസിൽ നിന്ന് ഏത് വീഡിയോയിൽ നിന്ന് വേണമെങ്കിലും ആയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ആ ഒരു സീരീസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഏത് അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്
ആ ഒരാളായിരിക്കും സെലക്ട് ചെയ്യുക. സ്പെഷ്യൽ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സേറാമരിയാണ്. 44 കമൻസ് ആണ് നമുക്ക് മൊത്തം ഈ ഒരു ചാനലിന് ഈ ഒരു സീരീസിലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സേറ, കൺഗ്രാജുലേഷൻസ്. ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദി പറയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയാണ്. പിന്നെ വിന്നേഴ്സ് ആയിട്ടുള്ള 6 പേർക്കും കൺഗ്രാജുലേഷൻസ്. പിന്നെ നിങ്ങളുടെ ഗിഫ്റ്റുകളൊക്കെ എന്തായാലും ക്രിസ്മസിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തിയിരിക്കും. നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നേരിട്ട് തന്നെ പോയി കൊടുക്കും. ബാക്കിയുള്ളവർക്ക് കൊറിയറായിട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഗിവ് അവേയിൽ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്നത് കുട്ടികളാണ്. അപ്പോൾ അവരൊത്തിരി ആഗ്രഹിച്ചിട്ട് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചേച്ചി എനിക്ക് ഗിവ് അവേ തരുമോ, ഞാൻ ഒത്തിരി ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല, ഇതെനിക്ക് കിട്ടുന്ന ഉറപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഈ കുട്ടിക്കായിരിക്കും കിട്ടുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മൾ 500 സബ്സ്ക്രൈബർ ആയിട്ടെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഗിവ് അവേ ഇപ്പോൾ നമുക്ക് 700 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഇയറോട് കൂടി നമുക്ക് അടുത്തൊരു ഗിവ് അവേക്ക് നല്ല ചാൻസ് ഉണ്ട്. കാരണം 1000 സബ്സ്ക്രൈബർ ആവുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആരും വിഷമിക്കേണ്ട. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിന്നേഴ്സ് ആവാത്ത കുട്ടികളെല്ലാം നമ്മൾ അടുത്തടുത്ത കുഞ്ഞു സർപ്രൈസ് ആയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇനിയും കീപ് സപ്പോർട്ടിങ് മീ.